നമസ്കാരം എല്ലാവർക്കും. ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ടി ജോണിലാണ്. ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ടി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ടി ജോൺ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടിപൊളി ക്യാമ്പസിലാണ്. ഫുള്ള് നട്ടുച്ചക്കെട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഫുള്ള് ഗ്രീനറിയും തണുപ്പും മരങ്ങളൊക്കെ ആയിട്ട് ഒരു തരത്തിലുള്ള നട്ടുച്ചക്കുള്ള സാധാരണ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ല. നല്ല തണുപ്പ്, നല്ല കാറ്റ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസിലാണുള്ളത്. പിന്നെ അടിപൊളി ക്യാമ്പസ്. അപ്പോൾ ടി ജോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് കോളേജിൻ്റെ വിശേഷങ്ങൾ കാണാം. കോഴ്സുകൾ ഏതൊക്കെയാണെന്നറിയാം, അഫിലിയേഷൻസ് എന്തൊക്കെയാണെന്നറിയാം, മറ്റ് വിശേഷങ്ങളൊക്കെ അറിയാം. ബാംഗ്ലൂരിലെ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് പോകുന്നു. അതായത് ബാംഗ്ലൂരിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് പോകുന്ന സ്ഥലത്ത്, അതായത് ബന്നാർഘട്ട റോഡിലാണ് ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ ബന്നാർഘട്ട റോഡിൽ മൈസൂരിലേക്കൊക്കെ പോകുന്ന ബൈപ്പാസ് റോഡായിട്ടുള്ള നൈസ് റോഡിൽ കണക്ട് ചെയ്യുന്ന അതേ സ്ഥലത്ത് മെയിൻ റോഡിൽ തന്നെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത്. 20 ഏക്കറിൽ വിശാലമായിട്ടുള്ള ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ UG, PG, നഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ എൻജിനീയറിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. എൻജിനീയറിംഗ് കോളേജുകൾ മുഴുവനായിട്ടും വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ, അതായത് VTUയിൽ അഫിലിയേറ്റഡ് ആണ്. നഴ്സിംഗ്, ഹെൽത്ത് അലൈഡ് കോഴ്സുകൾ മുഴുവൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആണ്. അതുപോലെ ഫാർമസി കോഴ്സുകൾ, BPharm തുടങ്ങിയിട്ടുള്ള ഫാർമസി കോഴ്സുകളും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആണ്. മറ്റ് UG, PG കോഴ്സുകൾ BCA, BBA, BCom തുടങ്ങിയിട്ടുള്ള, അതുപോലെ MBA, MCA പോലുള്ള, BHM പോലുള്ള എല്ലാ കോഴ്സുകളും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റഡ് ആണ്. അതുകൂടാതെ UGC അപ്രൂവ്ഡ് ആണ്, AICT അപ്രൂവ്ഡ് ആണ്. അക്രഡേഷനൊക്കെ നല്ല രീതിയിലുള്ള ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിന്ന് ഈ 2023-24 വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ ഫീസ് സ്ട്രക്ചർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടി ഇവിടുത്തെ അഡ്മിഷൻ ഹെഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നതാണ്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാം ഒരു മീറ്റിങ്ങിലാണ്. അപ്പോൾ അതിനുശേഷം മാമിനെ കാണണം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. അപ്പോൾ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്യാമ്പസൊക്കെ ഒന്ന് മുഴുവൻ ചുറ്റിക്കാണണം. പിന്നെ എല്ലാ ബ്ലോക്കുകളും ഉള്ളിലും അകത്തും ഇതേപോലെ നമ്മളെ നാട്ടിൽ വന്ന പോലുള്ള വാഴയും മാങ്ങയും പേരക്ക മരങ്ങളും അതുപോലെ ഒരുപാട് ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഗ്രീനറിയാണ്. 2021-22 വർഷത്തെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോയും അതുപോലെ കമ്പനിയും അവർക്ക് കിട്ടിയിട്ടുള്ള സാലറി പാക്കേജുകളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത്. നമുക്ക് അഡ്മിഷൻ ഹെഡിനെയാണ് മീറ്റ് ചെയ്യേണ്ടത്. അത്യാവശ്യം പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നാണ്. നമ്മൾ മെയിൻ റിസപ്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ സാധാരണ നോർമൽ ചെയർ കാര്യങ്ങളൊക്കെയാണ്. ചില കോളേജിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഓഡിറ്റോറിയം ഉണ്ടാവാറുണ്ട്. ഇവിടെ സാധാരണയുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ ബ്ലോക്കിൻ്റെ ഇടയിലും ഒരു മരങ്ങളും ഗാർഡനൊക്കെ ആയിട്ട്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നട്ടുച്ചക്കാണ്. പക്ഷേ ഒരു തരത്തിലും പിന്നെ ഒരു വെയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല തണുത്ത കാറ്റും തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ആംബിയൻസ് ഈ ക്യാമ്പസ് തരുന്നുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്, എപ്പോഴും ഒരു തണുപ്പുണ്ട്, ഒരു ഒന്നൊന്നര വൈബ് ക്യാമ്പസ് നൽകുന്നുണ്ട്. ആ രീതിയിൽ എനിക്ക് ഇത്തരം ക്യാമ്പസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പസുകൾ കാണുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്നതാണ്, ആ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ചാപ്പൽ ചർച്ചുണ്ട്. നല്ല അടിപൊളി മനോഹരമായൊരു ചർച്ച് കേട്ടോ. സാധാരണ കാണുന്ന ചർച്ചിൻ്റെ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറി വ്യത്യസ്തമായൊരു ചർച്ച്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ചർച്ചിനോട് ചേർന്ന് സൈഡിലായിട്ട് തന്നെ ഒരു പ്ലേ ഏരിയാസ് ഉണ്ട്. അതായത് വോളിബോൾ കോർട്ട്, അതുപോലെ ചെറിയൊരു ട്രാക്ക്, പിന്നെ അതിൻ്റെയോട് ചേർന്നിട്ട് തന്നെ മുകളിലായിട്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ട്. ഇതൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഈ ഒരു എൻഡിലായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ ഏതൊക്കെയോ എക്സാം നടക്കുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു ട്രാക്ക്, അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട്,
ഒക്കെ ഉണ്ട്. ഈ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ടി ജോൺ മാനേജ്മെൻറ്റ് നടത്തുന്ന പബ്ലിക് സ്കൂളും ഉണ്ട് കേട്ടോ. അവരുടെ ബസ്സും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടി ജോണിൻ്റെ ഫാർമസി കോളേജിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഫാർമസി കോളേജിൽ B.Pharm, D.Pharm തുടങ്ങിയിട്ടുള്ള UG കോഴ്സുകളും അതുപോലെ M.Pharm, PharmD തുടങ്ങിയിട്ടുള്ള PG കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. PG കോഴ്സിൽ M.Pharmയിൽ ഫാർമസ്യൂട്ടിക്സ്, ഫാർമ കെമിസ്ട്രി, ഫാർമക്കോളജി തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ PharmDയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാർമസി ബ്ലോക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബ്ലോക്കുകളൊക്കെ എല്ലാം അടിപൊളി സ്ട്രക്ചറിലും നല്ല രസമുണ്ട് കേട്ടോ. ക്യാമ്പസിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല. അതുപോലെ തന്നെ നഴ്സിംഗ് ക്യാമ്പസ് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നഴ്സിംഗ് ബ്ലോക്ക് ഉള്ളത്. നഴ്സിംഗിൽ BSc നഴ്സിംഗ്, അതുപോലെ ജനറൽ നഴ്സിംഗ്, GNM തുടങ്ങിയ 2 കോഴ്സുകൾ. പോസ്റ്റ് BSc നഴ്സിംഗ് ഇവിടെ അവൈലബിൾ അല്ല. അതുപോലെ MSc നഴ്സിംഗും ഇവിടെ അവൈലബിൾ അല്ല. BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗാണ് ടി ജോൺ കോളേജ് ഓഫ് നഴ്സിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ടി